ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ 5th മൊഡ്യൂളിൽ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ഫോമും അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഫോം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് റിവൈസ് ചെയ്തുതരാം. ഇതാണ് ഫോം ഓഫ് ബാലൻസ് ഷീറ്റ്. നമ്മളിവിടെ കമ്പനിയുടെ പേര് എഴുതണം, പിന്നെ ബാലൻസ് ഷീറ്റ് ഏത് ദിവസത്തേക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഡേറ്റ് ഇവിടെ എഴുതണം. ബാലൻസ് ഷീറ്റ് ആസെറ്റ്, പിന്നെ പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, നമ്മൾ നോട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നോട്ട് നമ്പർ എഴുതാനുള്ള സ്പേസ്, പിന്നെ കറണ്ട് ഫിഗേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി കറണ്ട് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും, ഇതാണ് കോളങ്ങൾ വരുന്നത്. ഫസ്റ്റ് നമ്മൾ വരുന്നത് അസറ്റിൽ നമുക്കറിയാം 2 തരത്തിലുള്ള അസറ്റ്, നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും. എന്താണ് അതിൻ്റെ വ്യത്യാസം? നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ നോൺ കറണ്ട് അസറ്റ് എന്നാണ് പറയുന്നത്. 1 ഇയറിൽ കൂടുതലായിട്ട്, 1 ഇയറിൽ താഴെയാണെങ്കിൽ അതിനെ കറണ്ട് അസറ്റ് എന്ന് പറയുക. ഇപ്പോൾ നോൺ കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, മിഷനറി, പ്രോപ്പർട്ടി, അതൊക്കെ. അപ്പോൾ നമുക്ക് നോൺ കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റംസ് നോക്കാം. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ക്യാപിറ്റൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഗുഡ് വില്ല്. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ്, ബയോളജിക്കൽ അസറ്റ് അതർ ദാൻ ബെയറർ പ്ലാന്റ്സ്. അതുപോലെ തന്നെ ഇതിൽ ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ലോങ് ടേം, അതായത് ഇത് നോൺ കറണ്ട് അസറ്റാണ്. അപ്പോൾ ലോങ് പീരീഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ട്രേഡ് റിസീവബിൾ എന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. ലോൺസ്, അതേഴ്സ്, ഡിഫേർഡ് ടാക്സ് അസറ്റ്, അതർ നോൺ കറണ്ട് അസറ്റ്. ഇത്രയാണ് നോൺ കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റംസ്. നെക്സ്റ്റ് വരുന്നത് കറണ്ട് അസറ്റിൽ വരുന്നത് ഇൻവെൻട്രീസ്, അതായത് സ്റ്റോക്ക്. പിന്നെ ഫിനാൻഷ്യൽ അസറ്റ് ഇതിലും വരുന്നുണ്ട്. കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും തമ്മിലുള്ള വ്യത്യാസം, നോൺ കറണ്ട് അസറ്റ് ലോങ് പീരീഡിലേക്കും കറണ്ട് അസറ്റ് ഷോർട്ട് പീരീഡിലേക്കും ഉണ്ട്. അപ്പോൾ ഷോർട്ട് പീരീഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ഡെപ്റ്റേഴ്സ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ബാങ്ക് ബാലൻസ് ആൻഡ് അതർ ലോൺസ്, ഇങ്ങനത്തെ ഷോർട്ട് പീരീഡിലേക്കുള്ളത് കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ വരും. അങ്ങനെ നമ്മൾ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ കാണണം. അങ്ങനെ അത് ഈ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റ് കിട്ടും. ഇവിടെ ടോട്ടൽ അസറ്റ് കിട്ടും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇക്വിറ്റിയിൽ ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്, അത് നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 lakh ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 എന്ന് പറയുമ്പോൾ 10 lakh അങ്ങനെ വരുന്നത്. അതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് അതർ ഇക്വിറ്റിയിൽ റിസർവ് ആൻഡ് സർപ്ലസ്, പ്രോഫിറ്റ്, അങ്ങനത്തെ ഐറ്റംസാണ് അതർ ഇക്വിറ്റിയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ലയബിലിറ്റിയിൽ വരുന്നത് ബോറോയിങ്സ്. ഇത് അസറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ നോൺ കറണ്ട് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്. നോൺ കറണ്ട് അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ലോങ് പീരീഡിലേക്കുള്ള ലയബിലിറ്റീസ്, അതായത് ബോറോയിങ്സ്. ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സാണ്. അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ദോസ് സ്പെസിഫൈഡ് ഇൻ ബി. പിന്നെ പ്രൊവിഷൻസ്, ലോങ് പീരീഡിലേക്കുള്ള പ്രൊവിഷൻസ്, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി, അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇത്രയാണ് നോൺ കറണ്ട് ലയബിലിറ്റീസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡിലേക്കുള്ള എന്തെങ്കിലും ബോറോയിങ്സ്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, വേറെ ഏതെങ്കിലും ഷോർട്ട് പീരീഡ് ലയബിലിറ്റീസ്, പ്രൊവിഷൻസ്, ഇത്രയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കറണ്ട് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഇക്വിറ്റിയും അതുപോലെ തന്നെ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും ഇക്വിറ്റിയും അതുപോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റിയും കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി കിട്ടും. അപ്പം നമ്മുടെ കറണ്ട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡിലും ഈക്വലായിട്ട് വരണം. ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. നമുക്ക് ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഫോം ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ കമ്പനിയുടെ പേര്, ഏത് പീരീഡിലേക്കാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, ഫിഗേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി കറണ്ട് പീരീഡ്, പ്രീവിയസ് പീരീഡ്. ഇതിൽ ഫസ്റ്റ് ഐറ്റം വരുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ.
റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസാണ്. നമ്മുടെ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും മെയിൻ ഇൻകം എന്ന് പറയുന്നത് സെയിൽസാണ്. അതാണ് ഈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് അതർ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, അതൊക്കെ ഇല്ലേ, ഇൻട്രസ്റ്റ് ഓൺ കമ്മീഷൻ, അങ്ങനത്തെ ഐറ്റംസാണ് അതർ ഇൻകം. വേറെ ഏതെങ്കിലും ടൈപ്പുള്ള ഇൻകം, ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പിന്നെ വരുന്നത് ഏതാ, ഇൻകം കഴിഞ്ഞാൽ എക്സ്പെൻസസിൽ വരുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസംഷന് വേണ്ടി വരുന്ന കോസ്റ്റ്, അതുപോലെ തന്നെ പർച്ചേസ്, പിന്നെ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, വർക്ക് ഇൻ പ്രോഗ്രസ്, പിന്നെ എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസസ്, അതിലാണ് വേജസ് സാലറി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ കോസ്റ്റ്, ഡിപ്രീസിയേഷൻ. ഇങ്ങനെ ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ എക്സംഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സംഷണൽ ഐറ്റംസും ടാക്സും അതിൻ്റെ കൂടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലായിട്ടുള്ള പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ബാക്കിയുള്ള ഐറ്റംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. മെയിനായിട്ട് പ്രോബ്ലം ചെയ്യാൻ ഇത്രയും പോർഷൻസാണ് വേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ബിഫോർ എക്സംഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ടുള്ളത് വരെയാണ് നമുക്ക് സാധാരണ പ്രോബ്ലത്തിൽ ചെയ്യാൻ വരാറ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. ദ ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് രാം സിമെൻറ്റ് കമ്പനി ലിമിറ്റഡ് ഓൺ 31 മാർച്ച് 2019. അപ്പോൾ നമുക്ക് 2019 ഇൻഫർമേഷൻസാണ് തന്നേക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഓൺ 1 ഏപ്രിൽ 2018, അപ്പോൾ ഇതെന്തായിരിക്കും, ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. 75,000, പർച്ചേസസ് 2,45,000, വേജസ് 50,000, furniture and fitting 17,000, salaries 7,500, rent 4,950, sundry expenses 7,050, dividend paid 9,000, debtors 37,500, machinery 29,000, cash in hand 10,200, cash at back 6,000, patient and trademark 4,830. അപ്പോൾ ഒരു പ്രോബ്ലം ഇതുമായിട്ട് വന്നാൽ നിങ്ങൾ ആദ്യം ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണോ ബാലൻസ് ഷീറ്റിലേക്കാണോ പോകണമെന്ന് നോക്കണം. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോർ ദി ഇയർ ഇൻഡഡ് 31 മാർച്ച് 2019 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രോബ്ലം കാണുമ്പോൾ തന്നെ ഏതിലാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ പർട്ടിക്കുലർ ഐറ്റം വരണേന്ന് വെച്ചാൽ അത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെ നോക്കിയ സ്റ്റോക്ക്, നമുക്കറിയാലോ സ്റ്റോക്ക് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. പർച്ചേസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. വേജസ് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് അത് നോൺ കറണ്ട് അസറ്റാണ്, അത് ബാലൻസ് ഷീറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സാലറീസ് നമുക്കറിയാം എംപ്ലോയീസ് വെൽഫെയർ എക്സ്പെൻസസ് ആണ്, ഇത് സാലറീസും വേജസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റെൻറ്റ് അതുപോലെ തന്നെ എക്സ്പെൻസ് ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സൺട്രി എക്സ്പെൻസ് ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻസസിൻ്റെ സൈഡിൽ വരും. ഡിവിഡൻറ്റ് പെയ്ഡ് ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റ് ആയിട്ടാണ്. അതുപോലെ മിഷനറി നമുക്കറിയാം നോൺ കറണ്ട് അസറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഷീറ്റ് ആയിട്ടാണ്. ക്യാഷ് അറ്റ് ബാങ്ക് ബാലൻസ് ഷീറ്റിൽ വേണ്ടതാണ്. പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക് ബാലൻസ് ഷീറ്റ് ആയിട്ടാണ്. സെയിൽസ് നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഇൻകം എന്ന് പറയുന്നത് സെയിൽസാണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇൻക്ലൂഡ് ചെയ്തേക്കണേ. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ്. അതായത് നമ്മൾ കറണ്ട് ഇയറിൻ്റെ പ്രോഫിറ്റും പ്രീവിയസ് ഇയറിൻ്റെ പ്രോഫിറ്റും കൂടിയും നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. അത് ആ ടൈമിൽ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഷെയർ ക്യാപിറ്റൽ 1 lakh വരുന്നുണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് ആയിട്ടാണ്. റിസർവ് ഫണ്ട് ബാലൻസ് ഷീറ്റ് ആയിട്ടാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2019, സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2019 എന്ന് പറയുമ്പോൾ ഇത് ക്ലോസിംഗ് സ്റ്റോക്കാണ് വരാം. ഇവിടെ നമ്മുടെ ഈ ഡെബിറ്റ് ബാലൻസിൽ വന്നേക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നേക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. പിന്നെ പറഞ്ഞേക്കുന്നത് ഡിപ്രീസിയേറ്റ് ഫോർ ഫിക്സഡ് അസറ്റ് അറ്റ് 10%. നമ്മൾ എല്ലാ ഫിക്സഡ് അസറ്റിനും 10% ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. മേക്ക് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട് 50%. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം.
അപ്പം ഞാൻ എഴുതിയിട്ടുണ്ട് റാം സിമെൻറ്റ് കമ്പനി ലിമിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31 മാർച്ച് 2009 ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഓരോ ഐറ്റംസ് ആയിട്ട് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് ഐറ്റം വന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് സെയിൽസാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതായത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സെയിൽസാണ്. സെയിൽസിൻ്റെ എമൗണ്ട് നിങ്ങൾ നോക്കിയേ 3,50,000 അല്ലേ. അപ്പോൾ നമ്മൾ ഈ 3,50,000 ഇവിടെ എഴുതണം, 3,50,000. അടുത്തത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഐറ്റം അതർ ഇൻകം. അതർ ഇൻകത്തിൽ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഏതെങ്കിലും ഐറ്റംസ് വന്നിട്ടുണ്ടോ നോക്കിയേ. ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ ഒരു ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് നമുക്ക് എന്താണ്, നമ്മുടെ ഇൻകമാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പോൾ ആ 5,000 നമ്മളിവിടെ അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതാം. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകമാണ്. ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഡിസ്കൗണ്ട് കിട്ടിയേക്കണതാണ്. അപ്പോൾ അത് ഇൻകമാണ്. അപ്പോൾ ഇവിടെ 5,000 കിട്ടി. അങ്ങനെ ഈ 2 ഐറ്റമാണ് നമുക്ക് ഇൻകത്തിൻ്റെ സൈഡിലുള്ളത്. അപ്പം നമുക്ക് ഇനി ടോട്ടൽ ഇൻകം കാണാം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ്റെ കൂടെ അതർ ഇൻകം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ 3,55,000 ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എക്സ്പെൻസസ് എഴുതാം. എക്സ്പെൻസസിൽ നമുക്കറിയാം ഏറ്റവും വലിയ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഐറ്റം വരുന്നത് പർച്ചേസാണ്. ഇവിടെ നോക്കിയാൽ പർച്ചേസ് എത്ര വന്നേക്കണേ, 2,45,000. അപ്പോൾ ആ 2,45,000 നമ്മളിവിടേക്ക് എഴുതാം. എക്സ്പെൻസസ് ഹെഡിങ് കൊടുത്ത് താഴെ നമുക്ക് പർച്ചേസ് എഴുതാം. പർച്ചേസ് എമൗണ്ട് 2,45,000. നെക്സ്റ്റ് നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ്. നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെൻട്രി എങ്ങനെ കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയും നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൽ വരുന്ന ചേഞ്ച് അറിയാനായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ മൈനസ് ചെയ്യണം. നമ്മളിവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം എത്രയാണ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടിക്കണേ, 75,000 അല്ലേ. 75,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ക്ലോസിംഗ് സ്റ്റോക്കാണ് ഈ 31 മാർച്ച് 2019 കാണിച്ചേക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ 75,000 മൈനസ് 82,000. അപ്പോൾ നമുക്കറിയാം ഇവിടെ നെഗറ്റീവ് ഫിഗറാണ് വരാം. അപ്പം നമ്മൾ നെഗറ്റീവ് ഫിഗർ വരുമ്പോൾ നമ്മളിവിടെ ബ്രാക്കറ്റിൽ ഇട്ട് കാണിച്ചാൽ മതി, അതായത് മൈനസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ 2,45,000 നിന്ന് ഈ 7,000 കുറച്ച് എഴുതണം. അപ്പോൾ എമൗണ്ട് നമുക്ക് വരാം 2,38,000 ആണ് നമ്മുടെ എമൗണ്ട് വരാം. നെക്സ്റ്റ് വരുന്നത് എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൽ വരുന്നത് വേജസും സാലറി അങ്ങനെയൊക്കെ. അപ്പം നമുക്കിവിടെ നോക്കാം, നമുക്ക് എന്തൊക്കെ വേജസ് സാലറിയുടെ കാര്യം എന്തെങ്കിലും പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ വേജസും ഉണ്ട് സാലറി ഉണ്ട്. അപ്പോൾ 2 ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പം നമുക്കിവിടെ ഞാനിവിടെ നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോട്ട് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോണേ. അപ്പം നമ്മുടെ ഫസ്റ്റ് നോട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്, അതായത് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൽ നമുക്ക് വേജസും ഏതൊക്കെ 2 ഐറ്റംസ്, വേജസും സാലറീസും ആണ് വേണ്ടത്. വേജസിൽ എത്ര വേണ്ടത്, 50,000. വേജസിൽ
50,000. സാലറി എത്ര വരുന്നതെന്ന് നോക്കിയാൽ സാലറി 7,500 അല്ലേ. അപ്പോൾ 7,500 നമ്മളിവിടെ എഴുതാം. അങ്ങനെ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 57,500. അപ്പോൾ നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ നോട്ട് നമ്പർ 1 എഴുതണം. കണ്ട നമ്മളിവിടെ ചെയ്തേക്കുന്നത് നോട്ട് നമ്പർ 1. അത് എത്ര വന്നേക്കണേ 57,500. 57,500. നെക്സ്റ്റ് നമുക്ക് ഫിനാൻഷ്യൽ കോസ്റ്റാണ് അടുത്തത് വരുന്നത്. നമ്മുടെ ഫോർമാറ്റിൽ അനുസരിച്ച് അടുത്തത് വരുന്നത് ഫിനാൻഷ്യൽ കോസ്റ്റാണ്. നമുക്കിവിടെ ഫിനാൻഷ്യൽ കോസ്റ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്കവിടെ നില്ലെന്ന് എഴുതാം. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്. നമുക്കറിയാം ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത് ടാഞ്ചിബിൾ അസറ്റുമേയും അമോർട്ടൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റുമേയാണ്. നമുക്ക് ഇതിൽ ഐറ്റംസ് കൂടുതലുണ്ട്. അതായത് പ്ലാന്റ് ആൻഡ് മിഷനറി, പേറ്റൻറ്റ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, ഇത്രയും ഐറ്റംസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ എഗെയിൻ നോട്ട് എടുക്കുകയാണ്, നോട്ട് പ്രിപ്പയർ ചെയ്യണം നമുക്ക്. അപ്പോൾ സെക്കൻഡ് നോട്ടാണ്, രണ്ടാമത്തെ നോട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്. അപ്പോൾ ഏതൊക്കെ ഐറ്റംസിനാണ് നമ്മൾ കാണേണ്ടതെന്ന് നോക്കിയേ. നമ്മൾ ഡിപ്രീസിയേഷൻ, പ്ലാന്റ് ആൻഡ് മിഷനറി നമ്മൾ ആദ്യം നോക്കാം. നമുക്ക് ഇവിടെ വരുന്നത് ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിന് കാണണം. അതുപോലെ തന്നെ വരുന്നതാണ് പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്. ഈ ഐറ്റത്തിന് നമ്മൾ ഡിപ്രീസിയേഷൻ കാണണം. കാരണം ടാഞ്ചിബിളും ഇൻടാഞ്ചിബിൾ അസറ്റുമേ നമ്മൾ ഡിപ്രീസിയേഷൻ കാണണം. അപ്പോൾ പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്, അതുപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, ഇത്രയും ഐറ്റംസിന് നമ്മൾ ഡിപ്രീസിയേഷൻ കാണണം. അപ്പോൾ നമുക്ക് കാണാം ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മിഷനറി. പ്ലാന്റ് ആൻഡ് മിഷനറി കണ്ട പ്ലാന്റ് ആൻഡ് മിഷനറിക്ക് ഡിപ്രീസിയേഷൻ കൊടുക്കണം. പ്ലാന്റ് ആൻഡ് മിഷനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്കതിന് ഡിപ്രീസിയേഷൻ കൊടുക്കാം. ഡിപ്രീസിയേഷൻ നമ്മളോട് പറഞ്ഞേക്കണ എമൗണ്ട് ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റ് അറ്റ് 10%. അപ്പോൾ 10% ഡിപ്രീസിയേഷൻ നമ്മൾ കൊടുക്കണം. അതായത് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മിഷനറി. പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ എമൗണ്ട് വന്ന് പ്ലാന്റ് ആൻഡ് മിഷനറി 29,000. 29,000ൻ്റെ 10% എന്ന് പറയുന്നത് 2,900. അതുപോലെ ഡിപ്രീസിയേഷൻ പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്. പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്കിൻ്റെ 4,830 അതിൻ്റെ 10%. 4,830യുടെ 10% എന്ന് പറയുമ്പോൾ 483 ആണ് എമൗണ്ട് വരാം. പിന്നെ ഇതിൻ്റെ ഒരെണ്ണത്തിന് കൂടി നമ്മൾ പറഞ്ഞല്ലോ ഡിപ്രീസിയേഷൻ കാണുന്ന ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്, മിഷനറി. പിന്നെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിൻ്റെ കണ്ടിട്ടില്ല. ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിൻ്റെ എമൗണ്ട് വന്ന് 17,000. 17,000ൻ്റെ 10% കാണുമ്പോൾ നമ്മൾ 1,700 ആണ് നമ്മുടെ എമൗണ്ട് വരാം. അങ്ങനെ നമ്മൾ ഇനി ഇത് ഇത്രയും ഐറ്റംസിനാണ് നമുക്ക് ഡിപ്രീസിയേഷൻ കാണാനുള്ളത്. അങ്ങനെ ഈ മൂന്നും കൂടി ആഡ് ചെയ്ത് നമുക്ക് 5,083, ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ 2,900, 483, 1,700, ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5,083 കിട്ടും. ഈ 5,083 നമ്മൾ പ്രോബ്ലത്തിലേക്ക് എഴുതണം. ഇവിടെ എഴുതിയിട്ടില്ലേ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 5,083 നമ്മൾ എഴുതണം. ഇനി നമുക്ക് അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് അതർ എക്സ്പെൻസസ്, വേറെ ഏതെങ്കിലും ടൈപ്പ് എക്സ്പെൻസസ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതർ എക്സ്പെൻസസ് ഇവിടെ നമ്മൾ പറഞ്ഞു നോട്ട് നമ്പർ 2 ആണ്. നമ്മളിവിടെ ചെയ്തില്ലേ നോട്ട് നമ്പർ 2.
ആ നോട്ട് നമ്പർ 2 അതിവിടെ എഴുതണം, നോട്ട് നമ്പർ 2. ഇനി അതർ എക്സ്പെൻസസിൽ വരുന്നത് നമുക്ക് 2 ഐറ്റംസാണ്. ഏതൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന് നോക്കാം നമുക്ക്. ഇവിടെ റെൻറ്റ് അത് എക്സ്പെൻസസ് ആണ്. അതുപോലെ തന്നെ സൺട്രി എക്സ്പെൻസസ്, ഇത് രണ്ടും എക്സ്പെൻസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് അതർ എക്സ്പെൻസസിൻ്റെ അവിടെ നോട്ട് പ്രിപ്പയർ ചെയ്യണം, കാരണം 2 ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നോട്ട് പ്രിപ്പയർ ചെയ്യണേ അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഐറ്റം റെൻ്റാണ്. റെൻറ്റിൻ്റെ എമൗണ്ട് നോക്കിയാൽ 4,950. പിന്നെ വരുന്നത് സൺട്രി എക്സ്പെൻസസ് വന്ന് 7,050. പിന്നെ ഇത് 2 ഐറ്റംസാണ് നമുക്ക് അതർ എക്സ്പെൻസസിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ അതർ എക്സ്പെൻസസിൻ്റെ ഈ 2 ഐറ്റംസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,000 കിട്ടും. അതായത് റെൻറ്റും സൺട്രി എക്സ്പെൻസസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,000 കിട്ടും. ഇനി നമ്മളത് ആ ഫോർമാറ്റിലേക്ക് എഴുതണം. അതർ എക്സ്പെൻസസ് നമ്മുടെ നോട്ട് നമ്പർ 3 ആണ്. അതിൽ വരുന്നത് 12,000. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് ടോട്ടൽ എക്സ്പെൻസസ് നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 57,500 5,083 അതുപോലെ തന്നെ 12,000 ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ ഈ 2,38,000 ഇത്രയും ഐറ്റംസ്, അതായത് ഇൻകം എക്സ്പെൻസസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസസ് കിട്ടും. 3,12,583 നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. നെക്സ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസസ് കുറയ്ക്കണം. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 3 lakh, ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 42,417 കിട്ടുക. അതായത് 3,55,000 നമ്മുടെ ടോട്ടൽ ഇൻകം ഇതല്ലേ. 3,55,000 ഇൻകത്തിൽ നിന്ന് നമ്മൾ എക്സ്പെൻസസ് കുറയ്ക്കണം. അപ്പം നമുക്ക് 42,417 കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് മെയ്ഡ് പ്രൊവിഷൻ ഫോർ ടാക്സ് അറ്റ് 50% നമ്മൾ പ്രൊവിഷൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രൊവിഷൻ 42ൻ്റെ 470ൻ്റെ 50% ടാക്സ് എക്സ്പെൻസസ് ആയിട്ട് നമ്മൾ വെക്കണം. നമ്മുടെ അടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ 50% ടാക്സ് എക്സ്പെൻസസ് ആയിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടാക്സ് എക്സ്പെൻസസ് 50%, അതായത് 42,470ൻ്റെ 50% നമ്മൾ എന്തായിട്ട് വെക്കണം? ടാക്സ് ആയിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ എമൗണ്ട് എത്ര വരാം? 50% എന്ന് പറയുമ്പോൾ 21,209 ആണ് വരാം. ഇനി നമ്മൾ എത്രയാണോ കറക്റ്റ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കണം. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൊടുത്തിട്ടുള്ള ശേഷമുള്ള എമൗണ്ട്, ഇതാണ് നമ്മൾ ടാക്സ്. അതായത് 50% നമ്മൾ ടാക്സ് വെച്ചു. ഈ എമൗണ്ടാണ് നമ്മൾ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസസ് കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. 42,417 ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ടാക്സും കൂടിയും കുറയ്ക്കണം. അപ്പം നമുക്ക് ടാക്സും കൂടിയും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 21,208 നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടുക. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇത് ഇപ്പം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അടുത്തത് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ. രാം സിമെൻറ്റ് കമ്പനി ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് അറ്റ് 31 March 2019. 31 March 2019 കറണ്ട് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും
ഫസ്റ്റ് ഐറ്റം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അസറ്റ് നമുക്ക് ഫോർമാറ്റ് പഠിക്കണം, അല്ലാണ്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല കേട്ടോ. അസറ്റിൻ്റെ ഫസ്റ്റ് ഐറ്റം വരുന്നത് നോൺ കറണ്ട് അസറ്റാണ്. നോൺ കറണ്ട് അസറ്റിൽ വരുന്നത് ഫസ്റ്റ് ഐറ്റം പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ 2 ഐറ്റം ഉണ്ട്. അതായത് നമുക്ക് നോക്കി പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ ഏതൊക്കെ ഐറ്റംസ് വേണ്ടത്? പ്ലാന്റ് ആൻഡ് മിഷനറി. നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഡിപ്രീസിയേഷൻ കണ്ടത്, പ്ലാന്റ് ആൻഡ് മിഷനറിക്കും കൊടുക്കണം, അതുപോലെ നമ്മൾ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിനും കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ട്സ് അക്കൗണ്ട് ചെയ്തപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് പ്ലാന്റ് ആൻഡ് മിഷനറിക്ക് 2900 പിന്നെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 1700. അപ്പം നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റിനുള്ള നോട്ട്സ് ടു അക്കൗണ്ട് നമ്മുടെ ഐറ്റം വരുന്നത് 4th ഐറ്റമാണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ നമ്മൾ ആദ്യം മിഷനറിയാണ് എഴുതുന്നത്. മിഷനറിയുടെ എമൗണ്ട് വന്ന് 29,000 ആണ്. നമ്മൾ അതിൽ നിന്ന് ലെസ് ഡിപ്രീസിയേഷൻ നമുക്കറിയാം. ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് 10% ആണ്. അപ്പം നമ്മുടെ എമൗണ്ട് വന്ന് 2,900 ആയിട്ട് വരും. അപ്പം നമ്മൾ മിഷനറിയുടെ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 26,100 കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഐറ്റം കാണുന്നത് ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്. നമ്മളിവിടെ ഓൾറെഡി കണ്ടു 1,700 ആണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ വന്നേക്കുന്നത്. അപ്പോൾ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 17,000 ലെസ് ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ കുറയ്ക്കണം. ഡിപ്രീസിയേഷൻ എമൗണ്ട് വന്നത് 1,700. ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 15,300 കിട്ടും. എന്നിട്ട് നമ്മൾ ഈ എമൗണ്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ഫസ്റ്റ് ഐറ്റം നമുക്ക് കിട്ടി. കണ്ട ഡിപ്രീസിയേഷൻസ് കുറച്ച് ഈ രണ്ട്, അതായത് മിഷനറിയുടെയും ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിൻ്റെയും ഡിപ്രീസിയേഷൻ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക്. ഇത് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്ത്. ഈ നോട്ട്സ് ടു അക്കൗണ്ട് നമ്മൾ എവിടേക്ക് എഴുതണം? ബാലൻസ് ഷീറ്റിലേക്ക്. നോട്ട് നമ്പർ 4, 4ാമത്തെ നോട്ടിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്. നെക്സ്റ്റ് നമ്മുടെ ഐറ്റം വന്നത് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്കറിയാം. നമ്മുടെ ഫിക്സഡ് അസറ്റിനും അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റിനും രണ്ടിനും 10% വെച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കണം. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിലേതാ വരുന്നത്? നമ്മുടെ പ്രോബ്ലത്തിൽ വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ഏതാണ് വരുന്നത്? നമ്മുടെ പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്. ഇത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അപ്പോൾ ഇതിൻ്റെയും 10%, അപ്പോൾ അതായത് 4,000. അപ്പോൾ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ എഴുതണം ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞ് വരുന്നത് പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്. ഇതിൻ്റെ 10%, അതായത് 4,830 4,483 നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് എത്രയാണ് നമുക്ക് കിട്ടും? അതായത് 4,347 ആണ് നമ്മുടെ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ നമ്മളത് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതണം. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് 4,347 ആണ് നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് വന്നത്. അങ്ങനെ നമ്മുടെ നോൺ കറണ്ട് അസറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ കറണ്ട് അസറ്റാണ് എഴുതുന്നത്. കറണ്ട് അസറ്റിൽ നമുക്കറിയാം ഫസ്റ്റ് വന്ന ഐറ്റം ഇൻവെൻറ്ററീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ് അല്ലേ? നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് സ്റ്റോക്കിൻ്റെ എമൗണ്ട് തന്നിട്ടില്ലേ? സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണ് തന്നേക്കണേ? കണ്ട
നമ്മൾ ക്ലോസിങ് സ്റ്റോക്കാണ് ഇവിടെ എഴുതേണ്ടത്. ക്ലോസിങ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് വന്നിരിക്കുന്നത് 82,000. ആ 82,000 നമ്മൾ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുക 82,000. നമ്മൾ നോട്ട് നമ്പർ 6, അതായത് നമ്മൾ നോട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. 6 ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. എമൗണ്ട് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് 82,000. നെക്സ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റാണ് എടുക്കുന്നത്. ബി ഫിനാൻഷ്യൽ അസറ്റ്. അടുത്ത ബാലൻസ് ഷീറ്റ് ആയിട്ടാണ് ഫിനാൻഷ്യൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ഡെപ്റ്റേഴ്സ് വരും, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് വരും. ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് ട്രേഡ് റിസീവബിൾസ്, അതായത് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് ഓൾറെഡി. ട്രേഡ് റിസീവബിൾസ് അതായത് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പ്രോബ്ലത്തിൽ നോക്കിയ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എവിടെയെന്ന് കണ്ട. ഡെപ്റ്റേഴ്സ് എത്ര വേണേ? 29,000. സോറി, ഡെപ്റ്റേഴ്സ് വന്നത് 37,500 ആണ് കേട്ടോ. എഴുതിപ്പോൾ ഇത്തിരി ഇതായിപ്പോയി. ഡെപ്റ്റേഴ്സ് വന്നത് 37,500. ഡെപ്റ്റേഴ്സ് 37,500. നോട്ട് നമ്പർ 7. നെക്സ്റ്റ് വന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൽ ഏതൊക്കെ വരാം? നമുക്ക് 7th നമ്മളിവിടെ നോട്ട് നമ്പർ 7 എഴുതിയില്ല. 7 വന്നത് ഡെപ്റ്റേഴ്സാണ്. ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് വന്ന് 37,500. ഇനി 8th ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൽ വന്നത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് ഇൻ ഹാൻഡ് പ്രോബ്ലത്തിലേക്ക് എത്ര വേണ്ടത്? ക്യാഷ് ഇൻ ഹാൻഡ് 10,200. അതുപോലെ ക്യാഷ് അറ്റ് ബാങ്ക് അടുത്ത് തന്നെ തന്നിട്ടുണ്ട് 6,000. 10,200ഉം 6,000ഉം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16,200 കിട്ടും. ഇനി ഈ എമൗണ്ട് നമ്മൾ എവിടേക്ക് എഴുതണം? ബാലൻസ് ഷീറ്റിലേക്ക് എഴുതണം. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നോട്ട് നമ്പർ വന്ന് 8. ആ 8 എഴുതാം. എമൗണ്ട് വന്ന് 16,200. അപ്പം നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ ടോട്ടൽ അസറ്റ്, അതായത് കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും തീർന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ അസറ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ അസറ്റ് കണ്ടുപിടിക്കാനായിട്ട് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ അസറ്റ് കിട്ടും. അപ്പം നമ്മുടെ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി ആഡ് ചെയ്തുമ്പോൾ നമുക്ക് 1,81,447 ആണ് നമ്മുടെ എമൗണ്ട് വരാം. അടുത്തത് നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയാണ് കാണുന്നത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. അസറ്റ് സൈഡ് കഴിഞ്ഞു. അസറ്റ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ലയബിലിറ്റി, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇതിൽ ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇക്വിറ്റിയാണ്. ഇക്വിറ്റി നമുക്കറിയാമല്ലോ. ഇക്വിറ്റി നമ്മൾ കാണാറുള്ളത് നോക്കി ഇങ്ങനെ വരുന്നതാണ് ഇക്വിറ്റി. അതായത് ഷെയർ ക്യാപിറ്റൽ 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10. അപ്പോൾ 10,000 × 10 1 lakh ആണ് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 lakh നമ്മൾ ഇവിടേക്ക് എഴുതാം. 1 lakh ആണ് നമ്മുടെ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. നെക്സ്റ്റ് നോട്ട് ടു അക്കൗണ്ടിൽ നമ്മൾ എഴുതണം ഇക്വിറ്റി, അതായത് 10,000 ഷെയർസ് എമൗണ്ട് 10,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 each. അപ്പോൾ എമൗണ്ട് വന്ന് 1 lakh ആണ് കേട്ടോ. 1 lakh. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ ആ നോട്ട് ടു അക്കൗണ്ട് 9th എഴുതി. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് റിസർവ് ആൻഡ് സർപ്ലസ്.
ബി അതർ ഇക്വിറ്റിയിലാണ് ഇത് വരുന്നത് റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് നമ്മുടെ നോട്ട് വന്ന് 10th. അപ്പോൾ നമുക്ക് റിസർവ് ആൻഡ് സർപ്ലസ് കണ്ടുപിടിക്കാം. റിസർവ് ആൻഡ് സർപ്ലസിൽ നമ്മൾ ആദ്യം റിസർവ് എമൗണ്ട് എഴുതാം. റിസർവ് എത്രയാണ് വന്നേക്കണേ? ഇവിടെ റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് 15,500. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അവിടെ നോട്ട് ടു അക്കൗണ്ടിൽ ഫസ്റ്റായിട്ട് എഴുതാം. റിസർവിൻ്റെ അവിടെ 15,500. റിസർവിൽ 15,500. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സർപ്ലസ് ഫസ്റ്റ് ഏപ്രിൽ 2018 അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റും പ്രീവിയസ് ഇയർ പ്രോഫിറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യണം. കറണ്ട് ഇയർ പ്രോഫിറ്റും പ്രീവിയസ് ഇയർ പ്രോഫിറ്റും. അപ്പോൾ നമുക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് കറണ്ട് പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്നു 21,208. അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റാണിത്. അപ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാം. നോട്ട് ടു അക്കൗണ്ടിലാണ് എഴുതണേ. കറണ്ട് ഇയർ പ്രോഫിറ്റ് നോട്ട് ടു അക്കൗണ്ടിൽ എഴുതണമായിട്ട് ഫൈനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത്. കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? കറണ്ട് ഇയർ പ്രോഫിറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് 21,208 കറണ്ട് ഇയർ. ഇനി നമ്മൾ അതിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യണം? പ്ലസ് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്. നമ്മൾ കറണ്ട് ഇയറിൻ്റെ കൂടെ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റും കൂടിയും ആഡ് ചെയ്യണം. അപ്പോൾ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് വന്നേക്കുന്നത് 15,030 അല്ലേ? 15,030. ആ എമൗണ്ട് നമ്മളിവിടെ എണ്ണം പ്രീവിയസ് ഇയർ 15,030. അങ്ങനെ നമ്മൾ ഇത് രണ്ടും കൂടിയും ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 36,000. അങ്ങനെ ഈ രണ്ട്, അതായത് കറണ്ട് ഇയറിലെ പ്രോഫിറ്റും പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റും കൂടിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 36,238. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്നു ഡിവിഡൻറ്റിൻ്റെ കാര്യം. അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഡിവിഡൻറ്റ് കുറയ്ക്കണം. ഡിവിഡൻറ്റ് എവിടെ നിന്നാണ് നമ്മൾ കൊടുക്കുക? ഡിവിഡൻറ്റ് എപ്പോഴും കൊടുക്കുന്നത് പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പോൾ ഡിവിഡൻറ്റ് കൂടി കുറച്ച് കഴിഞ്ഞുള്ള എമൗണ്ടാണ് നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും ഒറിജിനൽ പ്രോഫിറ്റ് അല്ല. അതിൽ നിന്ന് എന്തും കൂടിയും കുറയ്ക്കണം, നമ്മൾ ഡിവിഡൻറ്റും കൂടിയും കുറയ്ക്കണം. അപ്പോൾ ആ ഡിവിഡൻറ്റ് എമൗണ്ട് 9,000 കൂടിയും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 27,238 കിട്ടും. നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നേക്കണത്. നമ്മുടെ പ്രോബ്ലത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ 9,000 തന്നിട്ടുണ്ട്. ഈ 9,000 പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റായിട്ട് വരാം. അപ്പോൾ ഡിവിഡൻറ്റ് പെയ്ഡ് എപ്പോൾ കണ്ടാലും നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ഇത് കുറച്ചിട്ടുള്ള എമൗണ്ട് എഴുതണം. ഇനി നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ റിസർവ് 15,500 നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ റിസർവ് ആൻഡ് സർപ്ലസ് വന്നത് 27,238. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ 42,738. ഈ എമൗണ്ട് നമ്മൾ എവിടേക്ക് എഴുതണം? ബാലൻസ് ഷീറ്റിലേക്ക്. റിസർവ് ആൻഡ് സർപ്ലസ് നമ്മളിടത്തേക്ക് റിസർവ് ആൻഡ് സർപ്ലസിൽ അതർ ഇക്വിറ്റിയിൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 42,000
അതർ ഇക്വിറ്റിയിൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 42,738 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച എമൗണ്ട്, അതായത് റിസർവ് ആൻഡ് സർപ്ലസ്, റിസർവിൽ നിന്ന് കറണ്ട് ഇയർ റിസർവ് എമൗണ്ട് എഴുതുക, അതിൻ്റെ കറണ്ട് ഇയർ പ്രോഫിറ്റും പ്രീവിയസ് ഇയർ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുക, അതിൽ നിന്ന് ഡിവിഡൻഡ് കുറച്ച് ആ എമൗണ്ടുകൾ ആഡ് ചെയ്തിട്ടുള്ള 42,738 ഈ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് നോട്ട് നമ്പർ 10 എന്ന് പറഞ്ഞ് നമ്മളത് എൻ്റർ ചെയ്തു. അപ്പം നമ്മൾ ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റിയിൽ ഇക്വിറ്റി കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നോൺ കറണ്ട് അസറ്റ് എന്തെങ്കിലും ഉണ്ടോയെന്ന് പ്രോബ്ലത്തിൽ നോൺ കറണ്ട് അസറ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നോൺ കറണ്ട് ലൈബിലിറ്റി എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ പ്രോബ്ലത്തിൽ നോൺ കറണ്ട് ലൈബിലിറ്റി ഒന്നും തന്നിട്ടില്ല. അപ്പം നമ്മളിവിടെ നില്ലെന്ന് പറഞ്ഞ് എഴുതി കാണിക്കണം. ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ എഴുതി പോക്കോളൂ. നോൺ കറണ്ട് ലൈബിലിറ്റി അപ്പം നില്ലെന്ന് എഴുതി. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് കറണ്ട് ലൈബിലിറ്റീസ് ആണ്. കറണ്ട് ലൈബിലിറ്റീസിൽ വന്നത് ഫസ്റ്റ് ഐറ്റം നമുക്കറിയാം. കറണ്ട് ലൈബിലിറ്റിയിൽ വന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ട്രേഡ് പേയബിളിനെ പറയുന്നതാണ് ക്രെഡിറ്റേഴ്സ് എത്ര എമൗണ്ട് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നേക്കണേ? ക്രെഡിറ്റേഴ്സ് എത്ര തന്നേക്കണേ? സൺഡ്രി ക്രെഡിറ്റേഴ്സ് 17,500. അപ്പോൾ ഈ 17,500 നമ്മൾ ഇവിടെ എഴുതാം. ക്രെഡിറ്റേഴ്സ്, ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ആണ് 7,500. നെക്സ്റ്റ് വരുന്നത് നമ്മൾ പ്രൊവിഷൻസ് കാണണം. പ്രൊവിഷൻസ് വന്നത് ഷെഡ്യൂൾ നമ്പർ 11 പ്രൊവിഷൻസ് വന്നേക്കുന്നത്. പ്രൊവിഷൻസ് ആണ് അടുത്തത്. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബിഫോർ ടാക്സിനെയാണ് നമ്മൾ പ്രൊവിഷൻ കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിരുന്നു നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ 42,417 നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഈ 42,417 പ്രൊവിഷൻസ് വയ്ക്കുമ്പോൾ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ നമ്മൾ എഴുതണം. അതായത് 42,400 നെക്സ്റ്റ് നമ്മൾ പ്രൊവിഷൻസ് കാണുമ്പോൾ നമ്മൾ 42,417 നമ്മൾ എത്ര പെർസെൻറ്റേജ് കൊടുക്കണേ? 50%. അപ്പോൾ 50% കൊടുക്കുമ്പോൾ നമുക്ക് എമൗണ്ട് എത്ര വരാൻ നോക്കാം. അതിൻ്റെ എമൗണ്ട് വന്ന് 21,209 ആണ്. ഇപ്പോൾ 42,417 50% 21,209 ആണ്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷൻസിൻ്റെ അവിടെ നോട്ട് 11 നോട്ട് 21,209. ഇനി നമ്മുടെ അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് 1,81,447 കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ലൈബിലിറ്റികൾ എല്ലാം കൂടി ആഡ് ചെയ്യണം. ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റി, അതർ ലൈബിലിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി, കറണ്ട് ലൈബിലിറ്റി, ഈ എമൗണ്ടുകൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന എല്ലാ എമൗണ്ടുകളും കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 1,81,447 നമുക്ക് കിട്ടും. അതായത് നമ്മുടെ അസറ്റ് സൈഡും ലൈബിലിറ്റി സൈഡും ഈക്വൽ ആയിട്ടുണ്ട്. ടോട്ടൽ അസറ്റിൽ നമുക്ക് കിട്ടിയത് 1,81,447 ലൈബിലിറ്റീസിൽ 181,447. അങ്ങനെ നമ്മുടെ പ്രോബ്ലം ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ തറമായിട്ട് നിങ്ങളുടെ ഫോർമാറ്റ് പഠിക്കണം. എന്നാൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ശരിയെന്നാൽ താങ്ക് യു.